പശ്ചിമേഷ്യൻ ഭൂപ്രദേശങ്ങളിൽ ഇറാനും ഇസ്രയേലും യുഎസും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും സംഘർഷാവസ്ഥയും പുകയുമ്പോൾ ലോകം മുഴുവൻ ആശങ്കയോടെയാണ് ഗൾഫ് മേഖലയിലേക്ക് നോക്കുന്നത്. എന്നാൽ യുദ്ധഭീതിയുടെയും അനിശ്ചിതത്വങ്ങളുടെയും കറുത്ത മേഘങ്ങൾക്കിടയിലും തങ്ങളുടെ ഭാവി വികസന പാതയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് വയ്ക്കാതെ അത്ഭുതം സൃഷ്ടിക്കുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അനിശ്ചിതത്വങ്ങൾ താൽക്കാലിക പ്രതിഭാസങ്ങൾ മാത്രമാണെന്നും ദീർഘകാല കാഴ്ചപ്പാടോടെയുള്ള സാമ്പത്തിക പുരോഗതിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും തെളിയിക്കുന്നതാണ് രാജ്യം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ. കേവലം അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണത്തിൽ ഒതുങ്ങാതെ അടുത്ത തലമുറയുടെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ടിട്ടുള്ള ഈ വമ്പൻ കുതിപ്പ് UAE തങ്ങളുടെ രണ്ടാം വീടായി കാണുന്ന ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾക്കും അതിനിർണായകമായ പ്രത്യാശയും സുരക്ഷിതത്വവുമാണ് സമ്മാനിക്കുന്നത്. മെട്രോ ശൃംഖലയുടെ വികസനം മുതൽ ലോകോത്തര സാംസ്കാരിക കേന്ദ്രങ്ങളുടെ നിർമ്മാണം വരെ നീളുന്ന പദ്ധതികളാണ് രാജ്യത്തിന്റെ വിവിധ എമിറേറ്റുകളിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദുബായ് മെട്രോയുടെ ഭാവി ഗതാഗത സ്വപ്നമായ ഗോൾഡ് ലൈൻ പദ്ധതി ഇതിലൊന്നാണ്. 3400 കോടി ദിർഹം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പൂർണ്ണ ഭൂഗർഭ പാതയ്ക്ക് 42 കിലോമീറ്റർ ദൈർഘ്യവും 18 അത്യാധുനിക സ്റ്റേഷനുകളുമാണ് ഉണ്ടാവുക. ഇതിനൊപ്പം 2029ഓടെ സർവീസ് ആരംഭിക്കുന്ന ബ്ലൂ ലൈൻ പദ്ധതിയുടെ ആദ്യഘട്ട തുരങ്ക നിർമ്മാണം പൂർത്തിയായതും രാജ്യത്തിന്റെ ഗതാഗത മേഖലയെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുന്നുണ്ട്. മാത്രമല്ല UAEയുടെ എമിറേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസ് യാഥാർത്ഥ്യമായതും വരും വർഷങ്ങളിൽ ഇത് GCC റെയിൽ ശൃംഖലയുടെ ഭാഗമാകാൻ പോകുന്നതും പ്രവാസികളുടെ യാത്രാനുഭവങ്ങളെയും തൊഴിൽ മേഖലയെയും പൂർണ്ണമായി മാറ്റിയെഴുതും. ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, സാംസ്കാരിക മേഖലകളിലും UAE വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. അബുദാബിയിലെ സാദിയാത്ത് ഐലൻഡിൽ ഉയർന്നു വരുന്ന ഗുഗൽഹൈം മ്യൂസിയം, ദാർ അൽ ഫുനൂൻ, യാസ് ഐലൻഡിലെ ഡിസ്നി ലാൻഡ്, റാസൽ ഖൈമയിലെ വിൻ അൽ മർജാൻ ഐലൻഡ് റിസോർട്ട് എന്നിവ രാജ്യത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തെ മാറ്റിമറിക്കും. കൂടാതെ പാം ജുമേറയേക്കാൾ ഇരട്ടിയിലധികം വിസ്തൃതിയുള്ള പാം ജബലലി പദ്ധതിയും പൂർത്തിയാകുമ്പോൾ പ്രതിവർഷം 26 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവള വികസനവും UAEയുടെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. ഈ വമ്പൻ വികസന കുതിപ്പിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ UAEയിലുള്ള ദശലക്ഷക്കണക്കിന് പ്രവാസികളാണ്, പ്രത്യേകിച്ച് മലയാളികൾ. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും UAE ഭരണം പുലർത്തുന്ന ഈ സ്ഥിരത പ്രവാസി സമൂഹത്തിന് വലിയ രീതിയിലുള്ള തൊഴിൽ സുരക്ഷിതത്വമാണ് നൽകുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ്, IT, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ തുടങ്ങിയ സർവ്വ മേഖലകളിലും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് ഈ പദ്ധതികളിലൂടെ തുറക്കപ്പെടുന്നത്. മുൻനിര തസ്തികകളിൽ മുതൽ വിദഗ്ധ തൊഴിലാളികൾക്ക് വരെ ഒരേപോലെ പ്രയോജനപ്പെടുന്നതാണ് ഈ വളർച്ച. സ്വന്തം നാട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും തളർച്ചകളിൽ നിന്നും പ്രവാസം നോക്കിപ്പാർക്കുന്ന മലയാളികൾക്ക് UAEയുടെ ഈ മുന്നേറ്റം പുതിയ പ്രതീക്ഷകളുടെ വാതിലുകൾ തുറന്നിടുന്നു. മേഖലയിൽ അസ്ഥിരതയുണ്ടെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നിലനിൽക്കുമ്പോഴും അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് UAEയിലുള്ള വിശ്വാസം അടിയുറച്ചതായി തുടരുന്നുവെന്നതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യവസ്ഥാപിതമായ ഭരണ സംവിധാനവും ശക്തമായ ദേശീയ വികസന നയവും സുതാര്യമായ നിയമ നിർമ്മാണങ്ങളുമാണ് പ്രതിസന്ധി ഘട്ടത്തിലും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നത്. സമീപ ഭാവിയിലെ ചെറിയ ലാഭങ്ങൾക്കപ്പുറം വരും തലമുറകൾക്കായി ഒരു ദീർഘകാല സാമ്പത്തിക ആവാസ വ്യവസ്ഥ പണിതുയർത്തുകയാണ് ഭരണാധികാരികൾ ചെയ്യുന്നത്. നിർമ്മിത ബുദ്ധിയും ഹരിത ഊർജ്ജവും വിനോദസഞ്ചാരവും സമന്വയിപ്പിക്കുന്ന ഈ നവയുഗ വികസനം തെളിയിക്കുന്നത് UAE എന്ന രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യം മാത്രമാണ്. ചുരുക്കത്തിൽ ഏതൊരു പ്രതിസന്ധിയെയും ഭയപ്പെടാതെ അതിജീവിക്കാനുള്ള ശേഷിയും ആസൂത്രണ മികവുമാണ് UAE കാഴ്ചവെക്കുന്നത്. സംഘർഷങ്ങളുടെ ഭീതിതമായ വാർത്തകൾക്കിടയിലും നിർമ്മാണ പ്രവൃത്തികളുടെയും പുതിയ പ്രഖ്യാപനങ്ങളുടെയും വാർത്തകൾ മുഴങ്ങുന്നത് കേവലം കെട്ടിടങ്ങളുടെ ഉയർച്ചയല്ല, മറിച്ച് അവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവിത നിലവാരത്തിന്റെയും ഭാവിയുടെയും ഉറപ്പ് സന്ദേശം കൂടിയാണ്. വരും ദശകങ്ങളിലും ഗൾഫ് പ്രവാസം മലയാളികളുടെ ജീവിതത്തിൽ സുരക്ഷിതമായ ഒരു അഭയ കേന്ദ്രമായി തുടരും എന്നതിന്റെ വ്യക്തമായ തെളിവാണ് UAEയിൽ അതിവേഗം മുന്നേറുന്ന ഈ വികസന വസന്തം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.